സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്. നിതിൻ രാജ് എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലെ എല്ലാ ആളുകളും ഇന്ന് വിഷമിക്കുന്ന ഒരു വിഷയം. ആ നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു യുവാവിനെ അതിക്രൂരമായിട്ടും അതിമൃഗീയമായിട്ടും ജാതീയ അധിക്ഷേപം നടത്തി കൊന്നുകളഞ്ഞ പലതന്തയ്ക്ക് പറന്ന നായിൻ്റെ മക്കൾ എന്നൊക്കെ വേണമെങ്കിൽ ഇവന്മാരെ വിളിക്കാം. അങ്ങനെയുള്ള രണ്ട് അധ്യാപകർ, ഒന്ന് റാമും മറ്റൊന്ന് വേറെ ഏതോ ഒരു പൊന്നോമന പുത്രിയും. ഈ രണ്ടു പേര് അവനെ വിളിച്ചുകൊണ്ട് അവരുടെ ഓഫീസ് റൂമിലേക്ക് വിളിച്ചുകൊണ്ട് അവനെ അസഭ്യം പറയുകയും അവൻ്റെ അമ്മയെയും അച്ഛനെയും അടക്കമുള്ള ഒരുപാട് ആളുകളെ പറ്റി വൃത്തികേട് പറയുകയും അവനെ ജാതീയപരമായിട്ട് ഏറ്റവും താഴെ തട്ടിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു കാഴ്ച. ആ കാഴ്ച വളരെയധികം വിഷമത്തോടുകൂടി കാണേണ്ടി വന്ന ആ ഒരു പയ്യൻ, നിതിൻ എന്ന് പറയുന്ന ഒരു പയ്യൻ, ആ പയ്യൻ ഈ റാം എന്ന് പറയുന്ന 10 തന്തയ്ക്കുണ്ടായവൻ്റെ അടുത്ത് ആ ക്ലാസ് റൂമിൽ വെച്ച് തന്നെ പ്രതികരിക്കുകയും നാളിതുവരെ ഒരാൾ പോലും പ്രതികരിച്ചിട്ടില്ലാത്ത രീതിയിൽ പ്രതികരിക്കുക ചെയ്തതിൻ്റെ ഫലമായിട്ട് അടുത്ത ദിവസം അവൻ്റെ കൂട്ടുകാരന്മാർ അല്ല അവനോടൊപ്പം ഇരുന്ന് പഠിക്കുന്ന സഹപാഠികൾ കാണുന്നത് ചേതനയേറ്റ നിതിൻ്റെ ശരീരമാണ്. കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്തിയാടി മരണപ്പെട്ട നിതിൻ രാജ് എന്ന് പറയപ്പെടുന്ന ഒരു യുവാവായിട്ട് മാറി. അടുത്ത ദിവസം മാധ്യമങ്ങളിലും അല്ലെങ്കിൽ പത്രങ്ങളിലും ഹെഡ്ലൈനായിട്ട് മാറിയ യുവാവാണ് നിതിൻ രാജ്. അപ്പൊ അതിനുശേഷം നിതിൻ രാജിന്റെ മരണത്തിന് കാരണമായത് ലോൺ ആപ്പിൽ നിന്നെടുത്ത ലോണിന്റെ തുടർച്ചയായിട്ടുള്ള ഭീഷണി കോളുകൾ. അത് അധ്യാപികയുടെ ഫോണിലേക്ക് വരുന്നു. അധ്യാപികയും അധ്യാപകനും കൂടി ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ഓഫീസ് റൂമിലേക്ക് വിളിച്ചു വരുത്തി അവരെ ഉപദേശിക്കുന്നു. ഇങ്ങനൊന്നും ലോൺ എടുക്കാൻ പാടില്ല മോനെ, ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാവത്തില്ല എന്നൊക്കെ ചോദിച്ച് ഉപദേശിക്കുന്നു. ആ ഒരു വിഷമം കാരണം അയാൾ പോയിട്ട് ആത്മഹത്യ ചെയ്തു എന്നാണ് വാർത്തകൾ പിന്നീട് റിപ്പോർട്ട് ചെയ്തത്. എന്താണ് ശരിക്കും അവിടെ നടന്നത്? ഈ റാം എന്ന് പറയുന്ന പലതന്തയ്ക്കുണ്ടായവനും അവൻ്റെ ഒരു പെണ്ണുമ്പിള്ളയെ പോലെ അല്ലെങ്കിൽ അവൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരുത്തിയും കൂടി ചേർന്നുകൊണ്ട് ആ പയ്യനെ അതിക്രൂരമായിട്ട് കൊന്നുകളഞ്ഞു. ഒരുപാട് ആളുകൾ, അതായത് ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികളടക്കം കുട്ടികളുടെ രക്ഷിതാക്കൾ അടക്കം ഒരുപാട് ആളുകളാണ് രംഗത്തേക്ക് പ്രതികരിച്ചുകൊണ്ട് വരുന്നത്. ഒരാൾക്ക് പോലും പ്രതികരിക്കാൻ വയ്യാതിരുന്ന സമയത്ത്, ഒരാൾ പോലും പ്രതികരിക്കാൻ ധൈര്യം കാണിക്കാതിരുന്ന സമയത്ത് ഒരു പെൺകുട്ടി, ഒരു പെൺപുലി എന്ന് വേണമെങ്കിൽ അവളെ നമുക്ക് വിളിക്കാം, ആ പെൺകുട്ടി ധൈര്യപൂർവ്വം മുന്നിലേക്ക് വന്നിട്ട് ഈ റാം എന്ന് പറയുന്നവൻ വെറും ചെറ്റയാണ്, വെറും തന്തയില്ലാത്തവനാണ്, അവൻ ഇങ്ങനത്തെ വൃത്തികേടുകളാണ് ഇവിടെ കാണിക്കുന്നത്, എന്തെങ്കിലും അവനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആളുകളെ വിട്ട് നമ്മളെ അടിപ്പിക്കും, അതും വെറുതെ ഗുണ്ടകളെ വിളിച്ചുകൊണ്ട് വരുമല്ല, നമ്മുടെ ക്ലാസ്സിലുള്ള പെൺകുട്ടികളെ അല്ലെങ്കിൽ ആൺകുട്ടികളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ കരണത്തടിക്കാൻ പറയും. ഇനി നമ്മുടെ നിറം ഇരുണ്ടതാണെന്നുണ്ടെങ്കിൽ നീ ഇരുണ്ടവളാണ്, നീ മോശമാണ്, നീ വൃത്തികെട്ടവളാണെന്ന് പല പേരുകളിൽ വിളിക്കും. വെളുത്തതാണെന്നുണ്ടെങ്കിലോ നീ സിൻഡ്രല്ലയാണ്, നീ മാലാഖയാണ്, മറ്റേതാണ് മറിച്ചതാണ്, അവൻ്റെ അമ്മയുടെ തലയാണെന്നും പറഞ്ഞുകൊണ്ട് ആ രീതിയിലും അവൻ മെഴുകാറുണ്ടെന്നാണ് പല പെൺകുട്ടികളല്ല പല കുട്ടികളും പറഞ്ഞത്. ഇന്നിപ്പോൾ രക്ഷിതാക്കളടക്കം ഒരുപാട് ആളുകൾ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ഈ ഒരു പ്രതികരണവുമായിട്ട്. ആ അച്ഛൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യം നമുക്കറിയാം. എല്ലാവർക്കും റാം എന്ന് പറയുന്ന സാറിനെ പേടിയാണ്, അതുകൊണ്ട് തന്നെ ആരും പ്രതികരിക്കത്തില്ല. ആരെങ്കിലും ഒരാൾ എൻ്റെ മകന് വേണ്ടി പ്രതികരിച്ചാൽ ഏതറ്റം വരെയും പോകാനായിട്ട് ഞാൻ തയ്യാറാണ്. നീതിപീഠത്തിനെ കണ്ണു തുറക്കാനായിട്ട് ആരെങ്കിലും എൻ്റെ മകന് വേണ്ടി സംസാരിക്കണം എന്ന അച്ഛൻ വിധിപ്പിക്കൊണ്ട് പറഞ്ഞത് മനസ്സിലായിട്ടുള്ള ഒരു കൂട്ടം ആളുകളായിരിക്കണം ആ നിതിൻ എന്ന് പറയുന്ന ആ ഒരു യുവാവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നത്. അപ്പം ഞാൻ കണ്ട കുറച്ച് വാർത്തകളുണ്ട്, ആ വാർത്തകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. അതിന് മുൻപ് നമുക്കറിയാം, ഇടയ്ക്കിറങ്ങി നല്ല ഹിറ്റായിട്ടുള്ളൊരു സിനിമയുണ്ടായിരുന്നു, പൃഥ്വിരാജിന്റെ നല്ല കഥാപാത്രമുള്ള ജനഗണമന എന്ന് പറയുന്നൊരു സിനിമ. ആ സിനിമയിൽ ശരിക്കും ഇന്നിവിടെ നടന്നിരിക്കുന്നത് പോലത്തെയുള്ള കാര്യങ്ങൾ നല്ല കൃത്യമായിട്ട് വരച്ച് കാണിച്ചിരിക്കുന്നുണ്ട്, വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് നടക്കുന്ന എല്ലാ തോന്നിവാസങ്ങളെയും വളരെ വ്യക്തവും സ്ഫുടവുമായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ വരച്ച് കാണിക്കാനായിട്ട് സിനിമ എന്ന് പറയുന്ന ആ ഒരു ലോകം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആ കലാപരമായിട്ടുള്ള ലോകത്തിനെ ഉപയോഗിച്ചിരിക്കുകയാണ് സംവിധായകന്മാരടക്കമുള്ള ആളുകൾ. അതിൽ പൃഥ്വിരാജ് കാഴ്ചവെച്ചിരിക്കുന്ന കഥാപാത്രവും അതിലെ കോളേജ് വിദ്യാർത്ഥികളും കോളേജിലെ അധ്യാപകരും തമ്മിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു സിനിമയിലുണ്ടല്ലേ. അതിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് എന്താണ്, ആ കോളേജിൽ പഠിപ്പിക്കുന്ന ഈ റാം പോലെ ഒരു നായിൻ്റെ മോനുണ്ട്. അതാണ് കഥാപാത്രമായിട്ടൊരു സാറായിട്ട് വരുന്നത്. അയാൾ പറയുന്നത്, നീ ഇത്ര മോശമാണ്, നിന്റെയൊക്കെ ജോലി നല്ല തല തുടയ്ക്കലും അല്ലെങ്കിൽ വീട്ടുജോലി ചെയ്യലും, ഇവിടെ ഒരു വീട്ടുപണി, ഇവിടെ ഒരു ഓഫീസ് പണി ചെയ്യാനായിട്ട് ഒരു പെണ്ണ് വരും. ആ പെണ്ണ് നമ്മൾ കൊടുക്കുന്നത് എന്താണ്, നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി എന്തെങ്കിലും കൊടുക്കും. എന്നാൽ നാളിതുവരെ അതൊരു പരാതിയും പറഞ്ഞിട്ടില്ല. കാരണം അതിനറിയാം അതിന് കിട്ടുന്നത് ഔദാര്യമാണെന്നുള്ളത്. എന്ന് പറയുന്നത് പോലെ നിനക്കൊക്കെ കിട്ടുന്ന ഔദാര്യമാണ്, നിനക്കൊക്കെ ഈ ഒരു വിദ്യാഭ്യാസം, അത് മനസ്സിലാക്കി വേണമെങ്കിൽ പഠിക്കുക, ഈ കൊള്ളരുതായ്മകളെല്ലാം ഞങ്ങൾ ചെയ്യും, നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചിട്ട് പോകാന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ആ ഒരു സിനിമയിലെ സീക്വൻസ് ഞാൻ കാണിച്ചത് ഇവിടെ, അത് വളരെയധികം എന്താ പറയുക, ഇവിടെ ആവശ്യമാണ്. അവിടെ കണ്ടിട്ട് നമുക്ക് എന്തായാലും പോവാം. താഴെ കാണുന്നതാണ് അവിടുത്തെ മറ്റേ നായിന്റെ മക്കള്. നടക്കില്ല. 10 വർഷം കഴിഞ്ഞാലും നീയൊക്കെ ഇവിടുന്ന് പഠിച്ച് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ എന്റെ ഒപ്പ് വേണം. ഓക്കെ, ഇനി നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ
go and have a look at yourself in the mirror. കണ്ടില്ലേ? ഈ രീതിയിൽ തന്നെ ആയിരിക്കണം ആ നിതിൻ എന്ന് പറയുന്ന ആ യുവാവിനെ ആ നായിൻ്റെ മോൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആ നായിൻ്റെ മോൻ അവനെ കൊന്നുകളയാനായിട്ട് കാരണമായിട്ടുണ്ടാവുക. അപ്പോൾ ഇതിനൊക്കെ എതിരെ സംസാരിക്കാനായിട്ട് ഈ നാട്ടിൽ ഒരാൾ പോലും വരുന്നില്ല. പിണറായി സഖാവിൻ്റെ പോലീസിന് പോലും പേടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ റാം എന്ന് പറയുന്നവൻ ഇന്ന് ഒളിവിലാണ്. ആ കോളേജിൻ്റെ പ്രിൻസിപ്പൽ അടക്കം പല ആളുകളും വന്ന് കള്ളത്തരങ്ങൾ മെഴുകുമ്പോഴും 1000 കുട്ടികൾ വന്നിട്ട് പറയുകയാണ് റാം എന്ന് പറയുന്നവൻ അത്ര നല്ലവനൊന്നുമല്ല, അവൻ വളരെ മോശമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവൻ വളരെ വൃത്തികേടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവനെതിരെ ആക്ഷൻ എടുക്കണമെന്ന്. എന്നിട്ടും പോലീസ് ആ പറയുന്ന സത്യങ്ങൾക്ക് മുന്നിൽ മുഖം മറച്ചുകൊണ്ട് അല്ലെങ്കിൽ മുഖം തിരിച്ചുകൊണ്ട് റാം എന്ന് പറയുന്നവൻ പറയുന്നതും പ്രിൻസിപ്പൾ പറയുന്നതുമാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ വിഷയം ഗവർണറിൻ്റെ അടുത്ത് വരെ എത്തിയിരിക്കുകയാണ്. ഗവർണർ VCക്ക് കത്തെഴുതിയിട്ടുണ്ട്, അല്ലെ കത്തയച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുള്ളവന്മാരെ അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ കുറ്റവാളികളായിട്ടുള്ള ഈ സാറിനെയും ഈ മേഡത്തിനെയും രണ്ടിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കത്തയച്ചിരിക്കുകയാണ്. എന്തായാലും ഉടനെ തന്നെ അറസ്റ്റ് പ്രതീക്ഷിക്കാം, നമുക്ക് കാത്തിരിക്കാം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ നിതിൻ എന്ന് പറയുന്ന യുവാവിന് നീതി കിട്ടുമോ ഇല്ല എന്നുള്ളത് നമുക്കിനി കണ്ടറിയാം. ഈ ഒരു വിഷയത്തിൽ ഇന്നിപ്പോൾ ഒരുപാട് മാധ്യമങ്ങളിൽ ഒരുപാട് കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. DYFI അല്ലെങ്കിൽ SFI വിദ്യാർത്ഥി സംഘടന കണ്ണൂരിലുള്ള ഈ റാമിൻ്റെ ഒരു ദന്തൽ ഓഫീസുണ്ട്, അത് അടിച്ച് പൊട്ടിച്ചുകൊണ്ട് അവിടേക്ക് കയറുന്നൊരു കാഴ്ച കൂടിയുണ്ട്. ഞാൻ അതോടൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ആ ജാതി വെറിയൻ്റെ ക്ലിനിക്ക് അവർ അടിച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാം ചവിട്ടി തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ, അല്ലെ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്ന യുവജനങ്ങളാണ് നമ്മുടെ ഭാരതത്തിന്, അല്ലെ നമ്മുടെ രാജ്യത്തിന് ആവശ്യം. ഇങ്ങനെ തന്നെ പ്രതികരിക്കണം. യുവമാരെ പോലെയുള്ള ജാതി വെറി മനസ്സിൽ കൊണ്ടു നടക്കുന്ന നായിൻ്റെ മക്കൾക്ക് എതിരെ ഈ രീതിയിൽ തന്നെ എല്ലായ്പ്പോഴും നടപടികൾ എടുക്കണം. പോലീസിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ നിയമം കയ്യിലെടുക്കാൻ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ആ രീതിയിൽ തന്നെയാണ് SFI അല്ല DYFI എന്ന് പറയുന്ന സംഘടന ഈ ഒരു കാര്യത്തിൽ പ്രതിഷേധവുമായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും നിതിൻ്റെ കുടുംബത്തിന് നീതി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ അംബേദ്കർ ജയന്തി ദിവസത്തിൽ വേടൻ പറയുന്ന ഒരു കാര്യം അതുകൂടെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അത് കണ്ടിട്ട് എന്തായാലും നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. வணக்கம். ഒരുപാട് ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കാരണം ബാബാ സാഹേബിന്റെ 135ാമത് ജന്മദിനാഘോഷം ഇത്രയും വലിയ കൂട്ടത്തോടു കൂടി ആഘോഷിക്കുന്നത് സന്തോഷമുള്ള കാര്യമാണെങ്കിൽ കൂടി നമ്മളിന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഒരു വലിയ പരിക്ക് പറ്റിയിരിക്കുന്ന ഒരു സമയമാണ്. നമ്മളിപ്പോഴും ജാതീയതയുടെ വർണ്ണവിവേചത്തിന്റെ ചങ്ങലകൾക്കുള്ളിലാണ് എന്ന് ഓർമ്മപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ സമൂഹത്തിന് ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു കാര്യം ബാബാ സാഹേബ് അംബേദ്കറുടെ ഐഡിയോളജിയെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ അധികം മിണ്ടുന്നില്ല. ഞാൻ പാട്ട് പാടാനും ഉദ്ദേശിച്ച് വന്നതല്ല. കാരണം നിങ്ങളെ പോലെ തന്നെ എനിക്കും പരിക്ക് പറ്റിയിരിക്കുകയാണ്. പക്ഷെ ഞാനൊരു പാട്ട് പാടിയിട്ട് പോണല്ലോ. അപ്പൊ ഞാനൊരു പാട്ട് പാടിയിട്ട് പതുക്കെ പോവാണ്. ഒരുപാട് തിക്കുന്നേരൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളെല്ലാരും ഓർത്തിരിക്കുക, ഇത്രയും അരാജകമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു വഴി ബാബാ സാഹേബ് അംബേദ്കറിന്റെ ഐഡിയോളജികൾ മാത്രമാണ്. പിന്നെ ഒരു ക്യാഷ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് ദയവ് ചെയ്ത് കണ്ടില്ലേ, എനിക്കും മുറിവ് പറ്റിയിരിക്കുകയാണ്, അല്ലെ നമ്മുടെ കേരളത്തിന് മുറിവ് പറ്റിയിരിക്കുകയാണെന്നുള്ളൊരു കാര്യമാണ് വേടൻ എടുത്തു പറയുന്നത്. എന്തുകൊണ്ടാണ് നിതിൻ രാജിന്റെ ആ ഒരു മരണത്തിന് കാരണമായിട്ടുള്ള കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് വേടൻ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വേടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ജാതി വെറിയുടെ അവസാനത്തെ ഇരയാണ് നിതിൻ രാജ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലേ? അതായത് ജാതി വെറിയും ജാതി കോമരങ്ങളും ജാതി പൂച്ചകളും നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോൾ ഒരുപാടുണ്ട്. എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? സംഘികളുടെ വലിയ രീതിയിലുള്ള മെഴുകലുകൾ ഉള്ളത് കൊണ്ട്, അല്ലേ? വേടനൊരു പാട്ട് പാടിയപ്പോൾ വിരളി പോണ്ട കുറച്ച് ആളുകളുണ്ട്. ഏത് പാട്ട് പാടിയപ്പോഴാണ്? ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആണൽ എനിക്കൊരു മയിരുമില്ല എന്ന് വേടനൊരു പാട്ട് പാടിയപ്പോൾ
ജാതിക്കോമരങ്ങൾക്ക് അല്ലെ ജാതി പൂച്ചകൾക്ക് കുരു പൊട്ടി പുറത്തേക്ക് ഒലിക്കാൻ തുടങ്ങി. അങ്ങനെ കുരു പൊട്ടി ഒലിച്ചത് കൊണ്ട് തന്നെ വേടനെതിരെ കേസ് കൊടുക്കാനും വേടനെ പെണ്ണ് വിഷയത്തിൽ പെടുത്താനും കഞ്ചാവിന്റെ കേസിൽ പെടുത്താനും പുലിപ്പല്ലിന്റെ പേരിൽ പെടുത്താനും ഒക്കെ ഒരുപാട് വ്യഗ്രത കാണിക്കുകയായിരുന്നു. ഇന്നിപ്പോ അതേ ജാതിയുടെ പേരിൽ ഒരു പയ്യന്റെ ജീവിതം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ എന്താണ് ഈ പറഞ്ഞ ജാതി കോമരങ്ങൾക്ക് അല്ലെ ജാതി പൂച്ചകൾക്ക് പറയാനുള്ളത്? ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ ഈ നാട്ടിൽ നടക്കുമ്പോൾ അതിനെ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ പറയാൻ നിങ്ങൾക്ക് കഴിവില്ല എന്നുണ്ടെങ്കിൽ, അത് പറയാൻ കഴിവുള്ള ഒരു വ്യക്തി മുന്നിലേക്ക് വരുമ്പോൾ അയാളെ അടിച്ചമർത്താതെ അയാൾ പറയുന്നതിൽ എന്തോ വാസ്തവമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാതെ ഇരിക്കാൻ പാടില്ല. അയാൾ പറയുന്നത് ശരിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാൾക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ കൊടുക്കണം. അതാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്തത്. അയാൾക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ കൊടുത്തു. അയാൾ പറയുന്നത് ഈ നാട്ടിൽ ആവശ്യമുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയും. അപ്പൊ ഇങ്ങനെയുള്ള ഈ നാട്ടിലെ ജാതി കോമരങ്ങൾക്കും ഇങ്ങനെയുള്ള തന്തയ്ക്ക് പ്രക്കാഴിക്കെതിരെയും പ്രതികരിക്കുന്നവരെ എല്ലാം എക്കാലത്തും അടിച്ചമർത്താമെന്നുള്ളൊരു ചിന്താഗതി, ആ ചിന്താഗതി എത്രത്തോളം കാലം മുന്നിലേക്ക് പോകുന്നോ അത്രത്തോളം കാലം ഇതുപോലെ ഒരുപാട് നിധിന്മാരുണ്ടാവും. ഒരുപാടിടങ്ങളിൽ ഒരുപാട് കുട്ടികളുടെ ജീവൻ പൊലിയപ്പെടും, അല്ലെ പൊലിഞ്ഞു പോകും. ഒരുപാട് പ്രതീക്ഷകളോടെ അച്ഛനും അമ്മയും പഠിപ്പിക്കാനായിട്ട് വിട്ടിരിക്കുന്ന മക്കളുടെ ചേതനയേറ്റ ശരീരം വീട്ടിലേക്ക് വരുന്നത് കാണേണ്ട നിസ്സഹായനായിട്ടുള്ള ഒരവസ്ഥ, അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ടൊരു സാഹചര്യം അങ്ങനെ ഒരു വീട്ടിലും ഇനി ഉണ്ടാവാതിരിക്കട്ടെ. ഈ തോന്നിവാസം ചെയ്തിട്ടുള്ള ഈ നായിന്റെ മക്കളെ എല്ലാം, നരാധകന്മാരെ എല്ലാം തെളിവ് സഹിതം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കാരണങ്ങളാൽ പിടിച്ചകത്തിട്ട് നല്ല പൊട്ടിക്ക് കൊടുത്ത് ഒരിക്കലും പുറലോകം കാണാതെ അവിടെ പിടിച്ചിടാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകം എടുത്ത് പറയുകയാണ്. എന്തായാലും ഉടനെ തന്നെ ഒരു ശുഭകരമായിട്ടുള്ളൊരു വാർത്ത, അതായത് നിതിൻ എന്ന് പറയുന്ന ആ ഒരു പയ്യൻ, അദ്ദേഹത്തിന്റെ മരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം നഷ്ടപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ, ഈ നാട്ടിലെ ജനങ്ങൾക്ക് നീതി വേണമെന്നുണ്ടെങ്കിൽ ഈ നായിന്റെ മക്കളെ പിടിച്ചിട്ട് ജീവപര്യന്തം ശിക്ഷിക്ക്, തൂക്കിലേറ്റ് കൊല്ലുകയോ ചെയ്യണം. ഇനി ഇതുപോലെയുള്ള ജാതി പറഞ്ഞുകൊണ്ടുള്ള വേർതിരിവോ തോന്നിവാസങ്ങൾ ഇവിടെ ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്ത കാണാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ.